ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി പഠിച്ചാലോ? റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത്. റണ്ണിങ് സ്റ്റിച്ച് പല രീതിയിൽ തയ്ച്ച് ഭംഗി വരുത്താം. കുറേയധികം എംബ്രോയിഡറി തയ്യലുകളുടെ അടിസ്ഥാന തയ്യലായും ഔട്ട്ലൈൻ സ്റ്റിച്ചായും ഡിസൈൻ അടച്ച് തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. പ്രിൻ്റുള്ള തുണികളിൽ പ്രിൻറ്റിന് മുകളിലൂടെ റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കുന്നതിനോടൊപ്പം പല വിധത്തിലുള്ള സ്വീക്വൻസുകൾ, മുത്തുകൾ മുതലായവ ഉൾപ്പെടുത്തി തയ്ക്കുമ്പോൾ വസ്ത്രത്തിന് കൂടുതൽ ഭംഗി വരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ബാക്ക് സ്റ്റിച്ച്. എംബ്രോയിഡറി തയ്യലുകളിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള തയ്യലാണ്. ചിത്രങ്ങളുടെ ഔട്ട്ലൈൻ തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. വളരെയധികം ശ്രദ്ധയോടുകൂടി ഒരേ അകലത്തിൽ തയ്ച്ചാൽ മാത്രമേ ഡിസൈൻ കാണുവാൻ ഭംഗിയുണ്ടാവുകയുള്ളൂ. ഇതിന് ശേഷം നമുക്ക് സാറ്റിൻ സ്റ്റിച്ച്. ഇതാണ് സാറ്റിൻ സ്റ്റിച്ച്. 2 വരികളിലായി തയ്ക്കുന്നു. ഇടതുവശത്തു നിന്നും വലത്തോട്ട് 1/2 സെൻറ്റിമീറ്റർ നീക്കി സൂചി കുത്തി വീണ്ടും വലത്തോട്ട് നൂൽ കിടക്കുന്നതിൻ്റെ തൊട്ടു താഴെയുള്ള ഇഴയിലേക്ക് കുത്തി സൂചി വലിച്ചെടുക്കുന്നു. സൂചിയുടെ താഴെ നൂൽ വരാൻ പാടില്ല. ഡിസൈൻ അടച്ച് തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. സിൽക്ക് നൂൽ ഉപയോഗിച്ച് തയ്ക്കുകയാണെങ്കിൽ തയ്ച്ചു കഴിയുമ്പോൾ സാറ്റിൻ തുണിയുടേതുപോലെ തിളക്കം ലഭിക്കുന്നത് കൊണ്ടാണ് ഇതിനെ സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്തു നോക്കാം. ഇതിൽ റണ്ണിങ്ങും ബാക്ക് സ്റ്റിച്ചും സാറ്റിൻ സ്റ്റിച്ചും എല്ലാം ഉൾപ്പെടുത്തിയാണ് തയ്ക്കുന്നത്.